ചിങ്ങം 1 നമ്മൾ പുതിയൊരു കൊല്ല വർഷം തുടങ്ങാൻ പോവാണ്. ദാ ഓണമൊക്കെ വന്നെത്തി. ഇന്നലെ അത്തമായിരുന്നു, ഇന്ന് ചിത്തിരയായി. ഇനി കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആ ഓണം ആഘോഷങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. തിരുവോണം എത്തുമ്പോഴേക്കും പിന്നെ ആഘോഷങ്ങൾ പൊടി പൂരാവും. ദാ നമ്മുടെ LED ബോളൊക്കെ നോക്ക്, ഫുൾ പൂക്കളൊക്കെ ആയിട്ട് അങ്ങ് നിറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് ഓണം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. ജഡ്ജസ്, പണ്ട് കാലങ്ങളിലൊക്കെ ഓണം ഇപ്പൊ കലണ്ടർ ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്ത് ഓണം വന്നു എന്ന് അറിയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും മലബാർ സൈഡിലൊക്കെ ഒരു തെയ്യത്തിന്റെ വരവോടുകൂടെ ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് നമ്മൾ പറയുന്ന ഒരു തെയ്യം കലാരൂപം. നമ്മുടെ കൈത്തപ്പം തിരുമേനിയുടെ ഒരു വരികൾ വരെ ഉണ്ട് അല്ലെ, ഓണത്താറാടി വരുന്നു എന്ന് പറയുന്ന വരികൾ വരെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓ ഓണം വന്നു എന്നുള്ളത്. കൂടുതലും ഷാനിക്കും ചേച്ചിക്കും ഒക്കെ കൂടുതൽ അറിയുന്നുണ്ട് മലബാർ സൈഡിലേക്ക്. അപ്പൊ നമ്മളെപ്പോഴും മഹാബലിയായിട്ട് നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ചേഞ്ച് ഉണ്ട്. നമ്മളെപ്പോഴും ആ ഒരു ട്രഡീഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല, ആ ഒരു പണ്ടത്തെ ട്രഡീഷൻ നമ്മുടെ എല്ലാ ഫെസ്റ്റിവലിനും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ട്രഡീഷൻ വെച്ച് പുലർത്തണം, കാരണം പലതും മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോ ആക്ച്വലി നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇത് വീണ്ടും വീണ്ടും നമ്മളിത് ആളുകളെ ഓർമ്മിപ്പിക്കാന്നുള്ളത്. അതെ, ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയില് ഇന്ന് ആ തെയ്യം കലാരൂപം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ആ ഒരു ഓണപ്പട്ടൻ അല്ലെങ്കിൽ ആ ഓണേശ്വരനെ നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ക്ഷണിക്കാം അല്ലേ? തുള്ളിതുള്ളാൻ വന്നോ നീ വന്നോ, വന്നുവല്ലോ പൊന്നിൻ പൂച്ചിങ്ങം. തുമ്പനുള്ളാൻ വന്നോ പൈങ്കിളി, ഇന്നിതല്ലോ മൽപ്പൊന്നോണം. നെല്ലു കൊയ്യാൻ വന്നോ പൂങ്കുയിലേ, പൂത്തുവല്ലോ ഒന്നരി നെൽപ്പാടം. തുമ്പിതുള്ളാൻ വന്നോ നീ വന്നോ, വന്നുവല്ലോ പൊന്നിൻ പൂച്ചിങ്ങം. ഓണമുക്കുത്തി കിന്നരി മുക്കുത്തി, ഓണക്കുമ്മാട്ടി പൊന്നണി കുമ്മാട്ടി. ഓണമുക്കുത്തി കിന്നരി മുക്കുത്തി, ഓണക്കുമ്മാട്ടി പൊന്നണി കുമ്മാട്ടി. ഒരുപാട് സന്തോഷം അല്ലേ നമുക്ക് എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം കിട്ടി. ഭയങ്കര വല്ലാത്തൊരു ഫീലാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് തോന്നുന്നത്. ഈ തെയ്യം സംസാരിക്കില്ല, എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഇതിൽ സംസാരിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കൂടുതൽ ഇതിന്റെ ഐതിഹ്യത്തെ കുറിച്ച് അറിയാനായിട്ട് ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്താണ് ഓണേശ്വരൻ അല്ലെങ്കിൽ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു തെയ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ? അസുര രാജാവായിരിക്കുന്ന മഹാബലി ചക്രവർത്തി തന്റെ ഭഗവാന്റെ വിഷ്ണുവിന്റെ ഭയങ്കര ഭക്തനാ. ഈ മഹാവിഷ്ണുവിന്റെ പാദസ്പർശം ഒന്ന് വാങ്ങണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ ധ്യാനം ചെയ്ത് നമ്മുടെ വാമനനായിട്ട് മഹാവിഷ്ണു അവതരിക്കലും ഭഗവാനോട് 3 അടി മണ്ണിന് യാചിച്ച് അത് കൊടുത്ത് ശിരസിൽ ഭഗവാന്റെ പാദസ്പർശമേറ്റ് സുതലം എന്ന് പറയുന്ന സ്വർഗാരോഹണം അവിടത്തേക്ക് പോയി എന്നാണ് ഐതിഹ്യം. പാതാളത്തിൽ ചവിട്ടി താത്തിന്നല്ല, മഹാബലി സുതലം എന്ന സ്വർഗത്തിലേക്കാണ് നീങ്ങിയത്. അവസാന നിമിഷം ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോന്ന്. അപ്പൊ എന്റെ പ്രജകളെ ഒന്ന് കാണണം, അത്രമാത്രമേ ഉള്ളൂ. ഓ അങ്ങനെയാണെങ്കിൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ അസുരനായനെ കൊണ്ടാണ് ഈ കൊമ്പെല്ലാം കൊടുത്തത്, ഈ രൂപം ചെയ്തത്. അപ്പൊ ആരോടും ഒന്നും പറയൊന്നും വേണ്ട, ക്ഷേമങ്ങള് സങ്കടങ്ങൾ പലതും പറയാനുണ്ടാവും. അപ്പൊ ആരോടും ഒന്നും മിണ്ടണ്ട, ഒന്നും ഉരിയാടാതെ ഒരു യാത്ര ചെയ്ത് സുതലത്തിലേക്ക് നീങ്ങണം. അങ്ങനെ ആ വാമനെ അന്ന് കൊണ്ടുപോയ കൊട മഹാബലിക്ക് കൊടുത്തതെന്നാണ് കേട്ടറിവുള്ളൊരു ചരിത്രം, ഐതിഹ്യം. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കണം, ആരോടൊന്നും പറയണ്ട. കാരണം അത്രയും പ്രജകളോട് അത്രയും ഇഷ്ടമല്ലേ മഹാബലി നാടുവാണികളെന്ന് നമ്മളെ പാടുന്നത്. അപ്പോൾ അത്രയും പ്രജകൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ ദിനം പോയി കണ്ട് മടങ്ങുന്നൊരു ഭഗവാനാണ്
ഇത് മഹാബലി ചക്രവർത്തിന്റെ പ്രതിരൂപമാണ് എന്നാണ് ഓ. വിശ്വാസം. ഓഹോ. ഇത് നമ്മൾ കേരളീയർ കടത്തനാട്, ഇരുവേനാട്, അമ്പ്ലാട്, പയ്യർമല എന്നിങ്ങനെ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ. നാട്ടുരാജാക്കന്മാർ മലയ സമുദായത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചു തന്ന്, നമ്മളെ പൂർവികന്മാർക്ക് ഏൽപ്പിച്ചു തന്നിട്ട് അത് വ്രതനിഷ്ഠതയോടുകൂടി 10 ദിവസത്തെ അത്തം 1 മുതൽ വ്രതനിഷ്ഠതയോടുകൂടി 2 ദിവസം ഉത്രാടപ്പാചനം തിരുവോണവും വീട് വീടാന്തരം കയറി വളരെ ഭക്തിയോടുകൂടി ജീവിതമാർഗത്തോടുകൂടി കാഴ്ച വെക്കുന്നൊരു ഒരു ഭഗവാന്റെ കോലാണിത്. എന്തായാലും ഒരുപാട് സന്തോഷം. ആ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. അയ്യോ, ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീല്. ഞാൻ ആദ്യമായിട്ട് കണ്ടോണ്ട് എനിക്ക് ഭയങ്കര അല്ല, എക്സൈറ്റ്മെന്റ് ഞാനും ആദ്യമായിട്ട് കാണാൻ പോകുന്നു. ആണോ സർ? ഞാനും ആദ്യമായിട്ടാണ്. ഓക്കെ, ഷാനിക്ക ചേച്ചി നിങ്ങളുടെ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യോ? പിന്നെ നമ്മള് എന്തായാലും മഞ്ചേരിയും ഞാനും ഡെഫിനറ്റ്ലി നമ്മളിത് അതെ, കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്റെ നാട് തലശ്ശേരിയിൽ കതിരൂര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എന്റെ തറവാട് ഉണ്ടായിരുന്നത്. തറവാടിന്റെ തൊട്ടടുത്തൊരു കാവുണ്ട്, പുല്ലോട്ടും കാവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പുല്ലോട്ടും കാവ് ഉത്സവം. അപ്പൊ ആ ഒരു ഹോൾ ആംബിയൻസിലാണ് നമ്മളെല്ലാവരും വളർന്നത്, ഞാൻ, എന്റെ അനിയത്തി, എന്റെ അനിയനൊക്കെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമാണ്. കാരണം കുശലാന്വേഷണം അത് അവരുടെ എല്ലാവരും ഒന്നാമത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ പ്രശ്നം മറ്റൊരാൾക്ക് കേൾക്കാൻ പോലും സമയമില്ലാത്തൊരു കാലമാണ്. അപ്പൊ പ്രശ്നങ്ങൾ കേൾക്കുക, പക്ഷെ തിരിച്ച് ഉരിയാടാൻ പാടില്ല, അല്ലെങ്കിൽ ഉരിയാടരുത്. കാരണം എന്താ വെച്ചാൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അത് കേൾക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോയി ഇത് കേൾക്കാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ അതിൽ വന്നത്. കാരണം തിരിച്ചൊന്നും പറയാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാന്ന് പറയുന്നത്. പിന്നെ ഈ ഓണം എന്ന് പറയുന്നതിന്റെ ബിഗിനിങ് ഓണം ആയി. കാരണം ഇപ്പൊ മഞ്ചേരി ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മള് വെളിയിൽ ആയിരുന്നു. നമുക്കെന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്ന ഒരു പരിധി വരെ ഓണസദ്യ, കാരണം സ്കൂൾ പഠിക്കുന്ന സമയത്ത് അതൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ ഈ നാട്ടിൽ വരുമ്പോഴാണ് ഇതിന്റെ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്, ഇത്രയും ആക്ടിവിറ്റീസ്, അത് ഇത് എന്നൊക്കെ നമ്മുടെ സദ്യ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഇതുപോലത്തെ കുറെ ഐതിഹ്യങ്ങള് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതില് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓണത്തിന്റെ ബിഗിനിങ്, ഓക്കെ, നമ്മൾ ഈ ഓണം വരവായി എന്ന് പറയുന്ന പോലെ അതിന്റെ ഒരു സ്റ്റാർട്ട്, ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഇത് വളരെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടില് ഈ പറയുന്ന പോലെ ഈ മണിയടി കേൾക്കുമ്പോൾ അറിയാം വന്നു എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാറു നമ്മുടെ നാട്ടില് കതിരൂര്. അതൊരു സമയമായിരുന്നു. ഒക്കെ ഇപ്പൊ ഓർത്തു പോവാണ്. അത് ഒരുപാട് സന്തോഷം. അത് കാരണം ഈ കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ള അതൊരു ടൈമായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടം. പക്ഷെ ഇതൊരു ഫീസ്റ്റ് തന്നെ ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ഫ്ലാഷ് ബാക്ക് ചൈൽഡ്ഹുഡിലേക്ക് പോയി. അത് മഞ്ചേരിക്കും തീർച്ചയായിട്ടും അതേപോലെ തന്നെ. കാരണം ഞാന് കുട്ടിക്കാലം ഒരു 4-5 വയസ്സ് വരെ നാട്ടില് വളർന്ന സമയത്ത് ഇതുപോലെ തെയ്യം അല്ലെങ്കിൽ ഈ ഓണ സമയത്തുള്ള ഈ കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പ്രവാസിയായിട്ടാണ് ജീവിച്ചത് മുഴുവൻ. ഒരു 10-12 ക്ലാസ് വരെ അവിടെ മസ്കറ്റിലാണ് വളർന്നത്. അപ്പൊ ഈ ഷാൻ പറഞ്ഞ പോലെ നമുക്ക് ഓണം എന്ന് പറയുന്നത് ഓണ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് പൂക്കള മത്സരം, സദ്യ. ഓണം എന്ന് പറയുമ്പോൾ അവിടെ മഹാബലി പോലെ നമുക്ക് കിട്ടുന്നത് ഒരു സെലിബ്രിറ്റിയാ. അവിടെ ഒരു സെലിബ്രിറ്റി വരും ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ഭയങ്കരമായ ഒരു, പിന്നെ നാട്ടിൽ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ രൂപത്തിൽ അവിടെ അവരത് അവതരിപ്പിക്കും. അപ്പം എല്ലാ വർഷവും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഞാൻ നാട്ടിൽ വന്ന് കോളേജ് പഠനം തുടങ്ങിയ സമയത്താണ് ഓണം എന്താണെന്നുള്ളത് കണ്ടറിഞ്ഞത്. ഓണപ്പൂക്കളത്തിന് തന്നെയുണ്ട് കുറേ റൂൾസ്. അത് പൂക്കള മത്സരം അതൊക്കെ ശരിക്കും കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ കേരളത്തിൽ പൂക്കളുണ്ടെന്ന് തന്നെ അറിയുന്നത് സത്യമാണ്. അത് ഓരോ ദിവസം ഓരോ
റൗണ്ടാണ്. ഓരോ റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ 10 ദിവസം അങ്ങനെ കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് അവിടെ കിട്ടുന്ന ഈ മരുഭൂമിയിൽ കിട്ടുന്ന കുറച്ച് പൂക്കളുണ്ടാവും, അതൊക്കെ ഒട്ടിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പറന്നു പോകും. അപ്പോൾ ഈ ഫെവിക്കോളൊക്കെ വെച്ചിട്ടേ ഈ പൂവൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം നിലത്ത്. അങ്ങനെയൊക്കെയായിരുന്നു ഒരു ശരിക്കും പറഞ്ഞാൽ സദ്യ ഫുഡ് കഴിക്കുക ഒരാഴ്ച പോലും ഇല്ല. നമ്മുടെ നാട്ടിൽ ഓണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉടുപ്പുകൾ എടുക്കുക, പലതരം ഡിസൈൻസ്, പല കാഴ്ചകളാണ് കാണാൻ കിട്ടുന്നത്. എല്ലായിടത്തും അതിന്റെ സെലിബ്രേഷൻ തുടങ്ങി. ശരിക്കും അത് ഇവിടെ ഓണം നമ്മുടെ നാട്ടിൽ തന്നെ ആഘോഷിക്കണം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും പഠിക്കാനും. നമ്മുടെ ഈ ഐക്യമുണ്ടല്ലോ, എല്ലാവരും തമ്മിലുള്ള ആ ഒരു ചേർച്ചയും സന്തോഷവും കാര്യങ്ങളും ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര കളറാവും. ശരിക്കും എൻ്റെ ഓർമ്മയിൽ കുറച്ചേ ഉള്ളൂ കണ്ണൂര് താമസിച്ച സമയത്ത് പള്ളിക്കുന്ന്, ചെറുകുന്ന് ഇവിടെയൊക്കെയാണ്. അപ്പം അവിടെ ഓണം വളരെ ദുർലഭമായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിച്ചത് തിരുവനന്തപുരത്താണ്. ട്രിവാൻഡ്രത്ത് കോളേജ് പഠനം സമയത്ത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പാറു, ഒരു കാര്യം പറയാം കേട്ടോ. ഇപ്പം നമ്മളെ പോലെ തന്നെ ഈ പറയുന്ന പോലെ പ്രവാസികളും ഇതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ ഓണം ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര വലിയ സന്തോഷമാണ്. നമ്മളിവിടെ എത്തിപ്പോയി. അതെ, സാധാരണ രീതിയിൽ സദ്യ എന്നുള്ളൊരു ഇത് മാത്രമല്ല, പക്ഷെ ഇത് ഇവര് റിലീജിയസ്ലി ഈ ഒരു 10 ദിവസം അവര് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അടിച്ചു പൊളിച്ച് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ എന്തായാലും ആക്ച്വലി അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മിനി കേരളമാണ് ഈ 10 ദിവസം എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഓണം കഴിഞ്ഞിട്ടും ഓണം ഉണ്ട്. അവര് ഫുൾ സെലിബ്രേഷൻ ആണ്, ഒരു മാസത്തോളം ഓണമാണ്. ഇവിടത്തെ കഴിഞ്ഞാലും അവിടുത്തെ സെലിബ്രേഷൻ കണ്ടിന്യൂ ചെയ്തോണ്ടേയിരിക്കും അവരവിടെ. ഓക്കെ, അപ്പൊ ചേച്ചി ഓണം ഒക്കെ അല്ലേ? അതെ, ഒരു പാട്ട്, ഓണപ്പാട്ട് നമ്മുടെ മലയാളികൾക്കൊക്കെ ഏറെ പ്രിയങ്കരമായ പാട്ടുകൾ നിറയുണ്ട്. അപ്പം ഈ ഓണം സ്പെഷ്യൽ ദിവസം നമ്മളെല്ലാവരും ചേർന്ന് ഒരു 2 വരി ഓണപ്പാട്ട്. തന്നാനം പാടി പൊന്നു ഞാനിലാടി എന്നാലേ വാ ഒന്നാനം കുഞ്ഞിലേറി വാ അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു ഞാനിലാടി എന്നാലേ വാ ഒന്നാനം കുഞ്ഞിലേറി വാ. Good one, man. Good one. Thank you.